ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വീഡിയോ മാക്സിമം മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റോറി ഇട്ടും ഷെയർ ചെയ്തും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടും ഈ മെസ്സേജ് എല്ലാവരിലും എത്തിക്കണം. ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ്. മെസ്സേജ് പറയുന്നതിന് മുമ്പ് ഒരു കോണ്ടെക്സ്റ്റ് പറയാണ്. മദീനയിൽ പോയിട്ടുള്ളവരാണ് നമ്മളൊക്കെ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നമ്മൾ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും പ്രയാസപ്പെടുന്നതും ഒക്കെ ഒരിടത്തെത്താനാണ്. ആ ഇടത്തിന്റെ പേരാണ് റൗള ഷെരീഫ്. റൗള ഷെരീഫിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് റൗളയാണെന്ന് നമ്മളോട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആകാശലോകങ്ങളിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ, ജിബ്രീൽ എന്ന മാലാഖ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പ്രവാചകനുമായിട്ട് ഏറ്റവും കൂടുതൽ സംവദിച്ച സ്ഥലമാണ്. അങ്ങനെ പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താം. എന്നാൽ ആത്യന്തികമായി ആത്മീയമായി ഒരു വലിയ സത്യം ഒളിച്ചു കിടപ്പുണ്ട്. റൗള എന്ന ഇടത്തിന്റെ ഏറ്റവും വലിയ പരിശുദ്ധിയുടെ കാരണം നമ്മൾ ആഴത്തിൽ അതിന്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്കപ്പുറം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന പ്രവാചകനെ സ്വീകരിക്കാനായി മദീനയിലെ എല്ലാ മനുഷ്യരും കൂട്ടമായിട്ട് ഓടി വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്റെ ഒട്ടകം നിൽക്കുന്നിടത്ത് ഞാൻ ഇറങ്ങും, അവിടെ ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടകം നിന്ന ഇടമാണ് ഈ റൗള. ഒട്ടകം നിന്ന ഇടത്തിന്റെ ഉടമസ്ഥരെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് സഹലും സുഹൈലുമാണ്. രണ്ട് കുട്ടികൾ. ആ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കുട്ടികൾ അനാഥരായിരുന്നു. അതെ, ആ കുട്ടികൾ അനാഥരായിരുന്നു. മാതാപിതാക്കളില്ലാത്ത 2 കുട്ടികളായിരുന്നു. യത്തീമുകളായിരുന്നു സഹലും സുഹൈലും. അങ്ങനെ യത്തീമിന്റെ അനാഥയുടെ മണ്ണിലാണ് പ്രവാചകൻ താമസിക്കാൻ തീരുമാനിച്ചതും പിന്നീട് അല്ലാഹുവിനെ ദൈവത്തിനെ ആരാധിക്കാനായി വലിയ ഭവനം നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായഭേദ വ്യത്യാസമില്ലാതെ, ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ, പണവും സമ്പത്തും എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാനായി നമ്മൾ കൊതിക്കുന്ന ഒരിടം അനാഥന്റെ മണ്ണാണ്. അനാഥൻ ചവിട്ടിയ മണ്ണിൽ നിന്നാൽ സ്വർഗത്ത് നിൽക്കുന്നത് പോലെയാണെന്ന് പഠിപ്പിച്ചൊരു പ്രവാചകനുണ്ട്. അനാഥനെ കൈപിടിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൈ പിടിച്ച് നടക്കുമെന്ന് പഠിപ്പിച്ചൊരു